അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ചാറ്റ് ബോട്ടും വിർച്വൽ അസിസ്റ്റൻസും ആണ്. അപ്പോൾ നമ്മളെല്ലാവരും സിരി, അലക്സ, ഗൂഗിൾ അസിസ്റ്റന്റ് പോലെ അസിസ്റ്റന്റ് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ബാങ്കിലും വെബ്സൈറ്റിലും ചാറ്റ് വിൻഡോ വരുന്നതും കണ്ടിട്ടുണ്ട്. ഇതാണ് ചാറ്റ് ബോട്ടും വെർച്വൽ അസിസ്റ്റന്റും. ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്. അത് നമ്മളോട് ടെക്സ്റ്റിലോ വോയിസിലോ സംസാരിക്കും. അതുപോലെ തന്നെയാണ് വിർച്വൽ അസിസ്റ്റന്റും. ബട്ട് അതിനേക്കാൾ ഒന്നും കൂടി അഡ്വാൻസ്ഡ് വേർഷൻ ആയിരിക്കും. അത് നമുക്ക് റിപ്ലൈ മാത്രമല്ല തരിക, അത് നമ്മുടെ ടാസ്കും കൂടി അവർ ചെയ്യും. ലൈക്ക് ഇപ്പോൾ ഒരു അലാറം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലാറം സെറ്റ് ചെയ്ത് തരും. മ്യൂസിക് പ്ലേ ചെയ്യാൻ പറഞ്ഞാൽ മ്യൂസിക് പ്ലേ ചെയ്യും. പിന്നെ സ്മാർട്ട് ഹോം കൺട്രോൾ ചെയ്യും. ഇങ്ങനത്തെയൊക്കെയാണ് വെർച്വൽ അസിസ്റ്റന്റ് ചെയ്യാറ്. പിന്നെ ഹൗ ദേ വർക്ക്, എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ചാറ്റ് ബോട്ട്സ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് റൂൾ ബേസ്ഡ്, പ്രീ ഡിഫൈൻഡ് സ്ക്രിപ്റ്റ് ഉണ്ടാവും. ലൈക്ക് FAQ ബോട്ട്സ് പോലെ. വാട്ട് അക്കൗണ്ട് ബാലൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോട്ട് ആൻസർ ചെയ്യും. അതൊരു പ്രീ ഡിഫൈൻഡ് റിപ്ലൈ ആയിരിക്കും അവർ തരിക. മറ്റൊന്നാണ് AI ബേസ്ഡ് ബോട്ട്സ്. ഇത് NLP അല്ലെങ്കിൽ NLP ആൻഡ് മെഷീൻ ലേണിംഗ് യൂസ് ചെയ്തിട്ടാണ് ഈ മോഡൽ ക്രിയേറ്റ് ചെയ്യുക. വെർച്വൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഒന്നുകൂടി സ്മാർട്ടറാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ബിക്കോസ് ഇത് സ്പീച്ച് റെക്കഗ്നൈസേഷൻ, AI, പിന്നെ ടാസ്ക് ഓട്ടോമേഷൻ ഒക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ മോഡൽ ബിൽഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ അലക്സ സ്വിച്ച് ഓഫ് ദി ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഓഫ് ആവുന്നത് ഇതെന്താ സ്മാർട്ട് ഹോം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ കുറച്ച് അപ്ലിക്കേഷൻസ് നോക്കാം ഏതൊക്കെ ഇതിൽ വരുന്നുണ്ടെന്ന്. ബിസിനസ്സിൽ നമുക്ക് കസ്റ്റമർ സപ്പോർട്ട്, ബാങ്ക്, ഷോപ്പിംഗ് വെബ്സൈറ്റ് ഇതൊക്കെ വരുന്നുണ്ട്. ചാറ്റ് വിൻഡോ ഒക്കെ വരില്ലേ, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. പിന്നെ ഹെൽത്ത് കെയറിൽ ഡോക്ടർ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യുക, പിന്നെ സിംറ്റം ചെക്കർ. പിന്നെ എഡ്യൂക്കേഷനിലാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ് സപ്പോർട്ട്, ഡൗട്ട് ക്ലിയർ, ലാംഗ്വേജ് ലേണിംഗ് ആപ്സ്. പിന്നെ പേഴ്സണൽ ലൈഫിൽ അലാറം, റിമൈൻഡർ, സ്മാർട്ട് ഹോം ഡിവൈസ് കൺട്രോൾ, ഇതെല്ലാം ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻസ് വരുന്നത്. പിന്നെ ബെനിഫിറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോട്ട്സും അസിസ്റ്റന്റ് 24/7 അവൈലബിൾ ആണ്. ഡിലേ ഇല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ റെസ്പോൺസ് തരും. ഒരു ടൈമിൽ മൾട്ടിപ്പിൾ യൂസേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനും ഇതുകൊണ്ട് പറ്റും. ഇതുകൊണ്ടുള്ള മെയിൻ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വുമൻ സ്റ്റാഫിൻ്റെ വർക്ക് ലോഡ് കുറയും. അതുകൊണ്ട് കമ്പനീസിന് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. യൂസേഴ്സിന് ഈസി ആയിട്ട് ആക്സസും കിട്ടും. പിന്നെ ഇതിന് കുറേ ചാലഞ്ചസും ഫീച്ചേഴ്സും വരുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ആണ്. സംടൈം ബോട്ട്സ് യൂസേഴ്സിന്റെ ഇന്റൻഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയെന്ന് വരില്ല. പിന്നെ ലാംഗ്വേജിന്റെ ഇഷ്യൂസ് വരും. പിന്നെ ഫ്യൂച്ചർ സ്കോപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ട് സ്മാർട്ടർ ആവും. ഇപ്പോൾ ആൾമോസ്റ്റ് ഹ്യൂമന്റെ എല്ലാ ഇമോഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കും. IoT ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഡെയിലി ലൈഫിൽ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ടതുപോലെ തന്നെ ചാറ്റ് ബോട്ടും വെർച്വൽ അസിസ്റ്റന്റും നമ്മളുടെ ജീവിതത്തിൽ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്, ബിസിനസ്സിൽ നിന്ന് പേഴ്സണൽ ലൈഫ് വരെ. അപ്പോൾ ഫ്യൂച്ചറിൽ ഇത് ഇനിയും സ്മാർട്ടർ ആകും. ആൾമോസ്റ്റ് ഹ്യൂമൻ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇവർക്ക്. ആസ് വൺ വിഷണറി സെഡ്, artificial intelligence will not replace human, but human with AI will replace human without AI. Chatbot and virtual assistant are the step of that transformation. And reminder, machines are no longer waiting for us to type. They are already ready to talk.